കുവൈത്തിൽ പുതുതായിട്ട് CD അക്കൗണ്ട് എടുത്ത ആളുകൾക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് പല ആളുകളും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വംത് വഴി ക്യാഷ് അയക്കുക എന്നുള്ളത്. ഇത് കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും. എന്നാലും ഇത് അറിയാത്ത പലരും ഇന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് വംതിലൂടെ പൈസ അയക്കുന്നത് എന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു ഒരാൾക്ക് വംതിലൂടെ എങ്ങനെയാണ് നമ്മൾ പൈസ അയക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അറിയുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ CD ആപ്പിലൂടെ വംത് വഴി എങ്ങനെ ഒരാൾക്ക് ക്യാഷ് അയക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ പുതുതായിട്ട് ഈ അക്കൗണ്ട് എടുത്ത ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും ഇനി എങ്ങനെയാണ് വംത് വഴിയൊക്കെ പൈസ അയക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനെ ഞാനിവിടെ CD ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. CD ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു 3 ഓപ്ഷനാണുള്ളത്. നേരത്തെ 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ലിങ്ക് സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലിങ്ക് സർവീസ് താൽക്കാലികമായി നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് വീണ്ടും അവരത് അപ്ഡേറ്റ് ആയി വരുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നിലവിലിപ്പോൾ ലിങ്ക് സർവീസ് ഇല്ല CD ആപ്പിൽ അല്ലെങ്കിൽ CD അക്കൗണ്ടിൽ. അപ്പോൾ നമുക്ക് വംതിൽ ഒരാൾക്ക് ക്യാഷ് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിലായിട്ടുള്ള ഈ വംത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു സർവീസ് ലഭ്യമാവുള്ളൂ. ആക്ടിവേറ്റ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ചാനൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മളിവിടെ സെൻഡ് മണി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഈ നമ്മൾ അയക്കേണ്ട ആളുടെ നമ്പർ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോൺടാക്റ്റിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം, മൊബൈലിൽ നിന്ന് സെലക്ട് ചെയ്യാം. അല്ല, നമുക്ക് ആളുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ല, നമ്പറാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ നമ്പർ നമ്മൾ കോപ്പി എടുത്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സേവ് ചെയ്ത് വെച്ച ഒരാൾക്കാണ് പൈസ അയക്കുന്നത്. അപ്പോൾ ആ സേവ് ചെയ്ത ആളുടെ നമ്പർ സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഈ കോൺടാക്റ്റിൻ്റെ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ കോൺടാക്റ്റിലേക്ക് പോകും. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആളെ പേര് ഒന്ന് അടിച്ചിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പേര് ഇവിടെ വരും. ഫസ്റ്റ് നെയിം ഇവിടെ വരും, സെക്കൻഡ് നെയിമും തേർഡ് നെയിമും ഒക്കെ ഇത്തരത്തിൽ ഒരു സ്റ്റാർ ഇട്ടിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചു. ഇനി നമ്മളിവിടെ ഈ ഒരു കോളത്തിൽ അയക്കേണ്ട എത്ര എമൗണ്ട് ആണോ അടക്കേണ്ടത് ആ ഒരു എമൗണ്ടാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആ ഒരു എമൗണ്ട് അടിച്ചു കൊടുത്തു. ശേഷം നമ്മൾ വീണ്ടും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് കാണാൻ സാധിക്കും. നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം നമ്മൾ റീസൺ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് ഈ ക്യാഷ് അയക്കുന്നത് എന്നുള്ള ഒരു റീസണാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ട ഒരു റീസൺ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണോ അതിന് വേണമെങ്കിൽ ഇതിൽ കൃത്യമായിട്ട് റീസൺ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ താഴെ പോയി കഴിഞ്ഞാൽ അതർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്താലും മതി. ശേഷം ഇവിടെ ഈ ഒരു ബോക്സിലൂടെ ടിക്കറ്റ് കൊടുക്കുക. ടിക്കറ്റ് കൊടുത്തതിന് ശേഷം റിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. വീണ്ടും ഇവിടെ കൺഫേം ചോദിക്കും, കൺഫേം കൊടുക്കുക. ശേഷം നമ്മളുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഫിംഗർ ആണെങ്കിൽ ഫിംഗർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു ക്യാഷ് പോയി. ഇനി നമ്മൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ അയച്ച സ്ഥലത്ത് നിന്ന് തന്നെ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് പറ്റും. എന്നാൽ ചില സമയത്ത് അങ്ങനെ സ്ക്രീൻഷോട്ട് അയക്കാനുള്ള ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ബാക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഇപ്പോൾ ചെയ്ത ആ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സെൻഡ് ഓപ്ഷൻ കൊടുക്കുക. സെൻഡ് ഓപ്ഷൻ നമുക്കിവിടെ വാട്സപ്പ് സെലക്ട് ചെയ്യാം. ശേഷം നമ്മൾ ആ ഒരു വ്യക്തിക്ക് വാട്സപ്പിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് വംതിൽ നമ്മൾ പൈസ സെൻഡ് ചെയ്യുന്നത്.